108 വനിതകൾ ഉണ്ടായിട്ടില്ലേ? അപ്പം കാര്യം 108 ആൾക്കാർക്ക് എല്ലാം ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ഒരു ആംബുലൻസിലേക്ക് താല്പര്യം വരാൻ കാര്യം ചെറുതിലെ മുതലേ വണ്ടികളോട് സാഹസികമായിട്ടുള്ള കാര്യം. എന്റെ കോട്ടയം കുറുപ്പന്തറ. ആദ്യത്തെ കുറുപ്പന്തറക്കാരിയാണോ 108 കയറുന്നത്? 108 ഡ്രൈവറായിട്ട് കയറിയിരിക്കുന്നത്. നേഴ്സുമാരുണ്ട്, ഡ്രൈവറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഈ 108 പാഞ്ഞു പോകുന്ന കണ്ട ആ ആകർഷണത്തിൽ ആവേശം കൊണ്ട് ഇതിനൊക്കെ എടുത്തിയാടിയതാണോ? അല്ല, ആംബുലൻസ് ചെറുതിലെ അങ്ങനെ മനസ്സിൽ അങ്ങനെ വന്നിട്ടില്ല. വണ്ടികളോട് റേസിലും താല്പര്യമുള്ള ആളല്ലേ? ഓഫ് റോഡ് ചെയ്യാറുണ്ട്. 108 പോകുമ്പോ എത്ര കിലോമീറ്റർ? നമുക്കിപ്പം കേരളത്തിലെ ഒട്ടുമിക്ക വണ്ടികളും കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം 80-90 കട്ട് ഓഫ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു നേഴ്സ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന ഫസ്റ്റ് ഒരു ഏതെങ്കിലും ഇവ മരണത്തെ മുഖാമുഖം കണ്ട ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച ഒരു ആത്മസംതൃപ്തി കിട്ടിയ നിമിഷമൊക്കെ കാണുമല്ലോ? ഒന്നല്ല സാർ, ഒരുപാട്. ഒരു സാമ്പിൾ മേടിക്കട്ടെ. അത് ബൈക്ക് അപകടം, പിള്ളേരുടെ തന്നെ. ഇത് ഒരു പയ്യന് പോയിട്ട് ടോസിന്റെ അടിയിൽ പോയി ആളുടെ അരയ്ക്ക് കീപ്പുറത്തോട്ട് ഫുൾ ഡാമേജ് ആയി. അങ്ങനെ ആ മോനെ എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിച്ച് നമുക്ക് നിയർ ബൈ ആയിട്ട് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ നോ ബൈ ആയിട്ടായിരിക്കും നമ്മൾ മിക്കവാറും കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ആക്സിഡന്റ് വരും, വീട്ടുകാരുണ്ടാവില്ല. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്രൈവറ്റിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോകും. അതെ അതെ. കാശ് കൊടുക്കാനൊക്കെ പ്രശ്നമാവും. അതെ. അതുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക്, ജില്ലാ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് അടുത്താണ് കൊണ്ടുപോയി. നമ്മള് കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, കണ്ടിട്ടില്ല. പക്ഷെ എങ്കിലും ഫോണിൽ വിളിച്ച് വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടവരൊക്കെ പിന്നെ എവിടെയും വെച്ച് കാണും. പക്ഷെ എനിക്ക് അത്ര ഓർമ്മ ഉണ്ടാവില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ലൈസൻസാ കിട്ടിയത്? ട്രെയിലറിന്റെ ലൈസൻസ്. എന്താ കാര്യം അതിലേക്ക് തിരിയാൻ? എനിക്ക് ഡ്രൈവിംഗ് തന്നെയാണ് എന്റെ ഒരു അതാണ് ഇഷ്ടം. എന്താ ഇർഫാൻ പറയാമെന്ന്? ഇപ്പോ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ രണ്ടുപേരും തമ്മിൽ പറഞ്ഞാണ്, അതായത് ബൈക്കിൽ പയ്യെ പോകുമ്പോൾ ആക്സിഡൻസ് ഉണ്ടാവണമെന്നുണ്ടത്. അതില് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നവര് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടണേ പെടുത്തേന്ന് ഓർത്തിട്ട് പറയാണ്. അതായത് ഞാൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു, കൊമേഴ്സ്യൽ എലമെന്റ് ഉണ്ടല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ബൈക്ക് നമ്മളെയാണ് ഓടിക്കണം, നമ്മൾ ബൈക്ക് അല്ലാന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞു ബൈക്കിൽ ഇപ്പൊ ഇവൻ ഇവിടെ ഇരിക്കണ ഒട്ടുമിക്ക ആൾക്കാർ, എല്ലാവരും ഞാൻ പറയുന്നത്, ഒട്ടുമിക്ക ആൾക്കാർ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 കാര്യം ആലോചിച്ചോണ്ടാ ബൈക്ക് ഓടിക്കണേ. അതെന്താ അത്ര കോൺഫിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബ്രേക്ക് ഉണ്ട്, കാലിൽ ബ്രേക്ക് ഉണ്ട്, ലിവർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ഒരു കോൺഫിഡന്റ് ആണ്, എന്ത് വട്ടം വന്നാലും എന്റെ കയ്യിൽ ബ്രേക്ക് ഉണ്ട്, എനിക്ക് അപ്പ ചവിട്ടാന്നുള്ള. പക്ഷെ റൈഡിങ് പോസ്റ്റ്, അതാ ഞാൻ പറഞ്ഞ പ്രോപ്പർ ടെക്നിക്ക്. ഒരിക്കലും നമ്മൾ പ്രോപ്പറായിട്ട് ബൈക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫ്രണ്ട് ബ്രേക്കിന്റെ ലിവർ കയ്യിലുണ്ടാവും, ബാക്ക് ബ്രേക്കോ ഗിയർ ലിവറോ ഒന്നും ഉണ്ടാവില്ല. അതായത് പ്രോപ്പർ ടെക്നിക്ക്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഇത് കാലിലേക്ക് എത്തണം. കാലിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോപ്പർ ടെക്നിക്കിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.